Take some sulfur in a spatula and burn it. കുറച്ച് സൾഫർ സ്പാച്ചുലയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബേൺ ചെയ്യണം. What do you observe? Are you familiar to the odor felt? അപ്പോൾ ഒരു ചീഞ്ഞ മണമാണ് അടിക്കുക. ചീഞ്ഞ മുട്ടയുടെ മണം അല്ലേ? The reason for the smell is the formation of sulfur dioxide. സൾഫർ ഡയോക്സൈഡ് ആണ് ഫോം ചെയ്തത്. സൾഫറും ഓക്സിജനും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്താ ഫോം ചെയ്തത്? സൾഫർ ഡയോക്സൈഡ് which is having a pungent smell. Okay. Like this, the oxygen reacts with the non-metals, carbon, hydrogen, oxygen, carbon and hydrogen to produce carbon dioxide and water respectively. അപ്പോൾ C plus O2 പറയുമ്പോൾ എന്താ ഫോം ചെയ്യുക? CO2 ഫോം ചെയ്യും. ഓക്കെ, ലൈക്ക്വൈസ് H2H2 plus O2 ഫോം ചെയ്യും. എന്താണ്? 2H2O. ബാലൻസ് കറക്റ്റ് അല്ലേ? H4 ആണുള്ളത്, ഇപ്പോൾ 4 ആയി. O2 ആണുള്ളത് 2. Okay. Haven't you noticed some metals like aluminum and iron losing luster in the course of time? This reaction, ഇപ്പോൾ എന്താണ്? അലുമിനിയം മറ്റേ അയൺ ഒക്കെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്താണ്? തുരുമ്പടിക്കും. അതാണ് ഈ പറയുന്നത്. This reaction of oxygen with the metals to form oxides is one of the reason for the process. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും അവർക്ക്. Biodecomposition. You know that the remains of the plants and animals undergo. അല്ലേ? അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും വേസ്റ്റുകളൊക്കെ എന്താണ്? Biodecomposed down. This happens due to the action of microorganisms like bacteria, fungi in their biomolecules. This microorganism generate their energy required for the metabolic activities by oxidizing biomolecules. അപ്പോൾ എന്താണ്? ഈ പ്ലാന്റ്സിലും അനിമൽസിലും എന്തുകൊണ്ടാണ് ഈ ബയോഡികമ്പോസിഷൻ നടക്കുന്നത്? ആക്ഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം ഏതൊക്കെയാ? ബാക്ടീരിയയും ഫംഗിയും ഉണ്ട് അല്ലേ? അവരുടെ ബയോമോളിക്യൂൾസിൽ ബാക്ടീരിയ ഫംഗി ഉണ്ട്. അത് ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ബയോഡികമ്പോസിഷൻ സംഭവിക്കുന്നത്. എനർജി റിക്വയർഡ് ഫോർ ദെയർ. അപ്പോൾ ഇവർക്ക് അതിനുള്ള എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? ബയോമോളിക്യൂൾസ് നിന്നാണ് എനർജി ലഭിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ യൂസസ് ഓഫ് ഓക്സിജൻ? ഓക്സിജൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പഷൻ, as an oxidizing agent in rocket fuels, for artificial respiration and also for biodecomposition. Biodecompositionും ഇത് ഉപയോഗിക്കാറുണ്ട് അല്ലേ? കത്തിക്കാനും പിന്നെ റോക്കറ്റ് ഫ്യൂവൽസിൽ യൂസ് ചെയ്യേണ്ട, പിന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും. ഓസോൺ. Oxygen seen as diatomic molecule that is formed by combining two oxygen atoms. ഓക്സിജൻ എന്ന് പറയുന്നത് 2 atoms കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഓക്സിജൻ ഫോം ചെയ്യുന്നത്. പക്ഷെ ഓസോൺ ആണെങ്കിലോ അതൊരു ട്രൈ ആറ്റോമിക് മോളിക്യൂൾ ആണ്. 3 ആറ്റംസ് ചേർന്നതാണ് ഓസോൺ. 3 oxygen atoms, O3. Ozone is formed in the stratosphere, a layer of atmosphere. അപ്പോൾ ഓസോൺ എവിടെയാണ് ഫോം ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അത് ഫോം ചെയ്യുക. അറ്റ്മോസ്ഫിയറിലെ ഒരു ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. Atmospheric oxygen is decomposed by absorbing ultraviolet rays having the high energy. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എങ്ങനെയാണ് ഡീകമ്പോസ് ആവുന്നത്? അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്തിട്ട്. അൾട്രാവയലറ്റ് റേസ് പറയുമ്പോൾ അതിൽ എനർജി കൂടുതലായിരിക്കും. അതിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഓക്സിജൻ ഡീകമ്പോസ് ആവുന്നത്. ഓക്കെ, ദ ഓക്സിജൻ ആറ്റംസ് ഫോംഡ് കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ മോളിക്യൂൾ. ആറ്റംസ് കമ്പൈൻഡ് വിത്ത് മോളിക്യൂൾ ടു ഫോം ഓസോൺ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ ഡീകമ്പോസ് ചെയ്യും. എങ്ങനെയാണ്? ഹൈ എനർജി ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസ് അബ്സോർബ് ചെയ്തിട്ട്. അതിനുശേഷം എന്താ സംഭവിക്കുക? ഈ ഓക്സിജൻ ആറ്റം ഓക്സിജൻ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഓസോൺ. ഓസോൺ പറയുന്നത് O3 മോളിക്യൂൾ ആണ്. ഓക്കെ, see here, 3 oxygen atoms that is absorbing the ultraviolet rate, it becomes decompose ചെയ്യും അല്ലേ? ഡീകമ്പോസ് ചെയ്യുമ്പോൾ 2 oxygen molecule. മോളിക്യൂൾ എന്ന് പറയുമ്പോൾ O3. Then chlorofluorocarbons, CFC, is a type of compound that contain atoms such as chlorine, fluorine, carbon. അതിൽ നെയിമിൽ തന്നെ ഉണ്ട് അല്ലേ? chlorine, fluorine, carbon. They can be easily liquefied by applying pressure. Pressure ഉപയോഗിച്ചിട്ട് അത് പെട്ടെന്ന് അലിയിപ്പിക്കാൻ പറ്റും. Liquefied, liquid സ്റ്റേറ്റിലേക്ക്. When the liquefied CFS evaporate, they produce extreme cold. Evaporate ചെയ്യുമ്പോൾ എന്താണ്? നല്ല തണുപ്പ് അനുഭവപ്പെടും അല്ലേ? Therefore, they are used in refrigerators. അതുകൊണ്ടാണ് അവരെ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ റെഫ്രിജറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യണത്. AC-യിലും റെഫ്രിജറേറ്റേഴ്സിലൊക്കെ. ഈ CFC, chlorofluorocarbon. Because when it is liquefied by applying pressure, what will they evaporate and produce extreme cold. Okay. When the equipment is left useless, they cause CFC emission.
CFC causes the depletion of ozone layer. CFC എന്ത് ചെയ്യും? Depletion of the ozone layer. For the awareness of the conservation of ozone layer, September 16 ആണ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. September 16. Okay. Ozone is again changed to oxygen by absorbing ultraviolet rays having less energy. As a result, ozone എന്താണ്? അത് തിരിച്ച് ഓക്സിജൻ ആവും. Ultraviolet less energy ആയിട്ടുള്ള ultraviolet rays absorb ചെയ്ത് വഴിക്ക്. As a result of cyclic process, amount of ozone in the atmosphere remain constant. ഈ cyclic processലൂടെ എന്താ സംഭവിക്കുക? അറ്റ്മോസ്ഫിയറിലെ ഓസോൺ കോൺസ്റ്റന്റ് ആയി തന്നെ ഇരിക്കും. Energy for the process is obtained from the ultraviolet rays coming from the sun. It is UV rays, O3 and O2. Therefore, these dangerous rays do not reach excessively to the earth. Ozone layer depletion. Chlorofluorocarbon cause the depletion of ozone layer. അപ്പോൾ ഡിപ്ലീഷൻ ഏതാ കോസ് ചെയ്യുന്നത്? ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് ഡിപ്ലീഷൻ കോസ് ചെയ്യണത്. ക്ലോറോഫ്ലൂറോ കാർബൺ that is released into atmosphere. Chlorofluoro cause the depletion of ozone layer. It will lead to the atmosphere, reach the stratosphere and undergoes self-decomposition. അതായത് ഇതിലെന്താണ് സെൽഫ് ഡീകമ്പോസിഷൻ അല്ലേ? ഏതാ? ക്ലോറോഫ്ലൂറോ കാർബൺ റിലീസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, റീച്ച് ദ സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് അണ്ടർഗോ സെൽഫ് ഡീകമ്പോസിഷൻ. Chlorine decomposes the ozone molecule into oxygen. Ozone molecule decompose ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്താ? ഓക്സിജൻ ആണ്. അത് റിലീസ് ചെയ്യും. This disturb oxygen cyclic equilibrium, leading to reduction in the amount of ozone in the stratosphere. അപ്പോൾ എന്താണ്? ഓക്സിജൻ ഓസോൺ സൈക്ലിക് ഇക്വിലിബ്രിയം ഉണ്ടല്ലോ, അതിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. Automatically leads in the reduction in the amount of ozone in the stratosphere. ഓസോന്റെ അളവ് അല്ലെ, സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോന്റെ അളവ് എന്താവും? കുറയും. ഓസോൺ ഡെപ്ലീഷൻ ഇൻ അറ്റ്മോസ്ഫിയർ ഡിക്രീസസ് ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് അൾട്രാവയലറ്റ്. ഓസോൺ ഡിപ്ലീഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഓസോൺ ഡിപ്ലീഷന് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുകയാണെങ്കിൽ അൾട്രാവയലറ്റ് റേറ്റിന്റെ അബ്സോർപ്ഷനും എന്താണ്? ഓട്ടോമാറ്റിക് കുറഞ്ഞുകൊണ്ടിരിക്കും. വാട്ട് വിൽ ദ കോൺസിക്വൻസ് ഓഫ് ദ എൻവയോൺമെന്റ്? എക്സസ് എമൗണ്ട് ഓഫ് അൾട്രാവയലറ്റ് റേറ്റ് റീച്ചസ് ദ എർത്ത്. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള നമ്മൾ ഇത്ര നേരം സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഏതൊക്കെയാ എന്നുള്ളത് നമുക്ക് നോക്കാം. Atmosphere of the earth has 5 layers that are determined by the changes in temperature. ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിലെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ 5 ലെയർ ആക്കിയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ദാറ്റ് ഹാപ്പൻസ് വിത്ത് ഇൻക്രീസിംഗ് ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്ത്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ. ദിസ് ഈസ് ദ അറ്റ്മോസ്ഫിയറിക് ലെയർ വിച്ച് ലൈസ് നിയറസ്റ്റ് ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പൊ എർത്ത് സർഫസിന്റെ ഏറ്റവും അടുത്തായി കിടക്കുന്നത് ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ ലെയർ. ക്ലൈമറ്റ് ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് ഈ ലെയറിലാണ്. From the surface about 8 to 14.5 kilometer. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എർത്തിന്റെ അടുത്തായിട്ടാണ് കാണുന്നത്. ക്ലൈമറ്റിന്റെ ചേഞ്ച് കാരണം അല്ലേ? ഇൻ ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് ഫ്രം 8 to 14.5 kilometer. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞതാണോ? ലൈസ് ജസ്റ്റ് എബവ് ദ ട്രോപ്പോസ്ഫിയറുടെ മുകളിലാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയർ ലൈ ചെയ്യുന്നത്. ഓസോൺ ലെയർ ഈസ് സീൻ ഹിയർ. ഓസോൺ ലെയർ ഇവിടെയാണ് കാണുന്നത്. എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 50 കിലോമീറ്റർ. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എത്ര? 50 കിലോമീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്യും. മീസോസ്ഫിയർ. ദിസ് ഈസ് ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. കോൾഡസ്റ്റ് ലെയർ ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഇറ്റ് ലൈസ് ജസ്റ്റ് അബവ് ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറുടെ മുകളിലാണ് ഇത് ലൈ ചെയ്യുന്നത്. എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 85 കിലോമീറ്റർ. എക്സ്റ്റെൻഡ് എത്ര? 85 കിലോമീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതായത് മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ലെയർ ലൈസ് ജസ്റ്റ് അബവ് ദ സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ ഈ ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയറുടെ മുകളിലായിട്ട് ലൈ ചെയ്യുന്നത്. അപ്പൊ മീസോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും കോൾഡ് ആയിട്ടുള്ള ലെയർ ആണ്, കൂളസ്റ്റ് ലെയർ ആണ്. പിന്നെന്താണ്? സ്ട്രാറ്റോസ്ഫിയറുടെ മുകളിലാണ് ഇത് ലൈ ചെയ്യുന്നത്. തെർമോസ്ഫിയർ. ദ ടെമ്പറേച്ചർ ഇൻ ദിസ് ലെയർ ഇസ് വെരി ഹൈ ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദ സൺ. സൂര്യന്റെ ചൂട് കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ നല്ല ഹൈ ആണ്. തെർമോ പറയുമ്പോൾ തന്നെ എന്താണ്? ടെമ്പറേച്ചർ. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറുടെ മുകളിലാണ് എന്ത്? മീസോസ്ഫിയർ ഉള്ളത്. മീസോസ്ഫിയറുടെ മുകളിലാണ് തെർമോസ്ഫിയർ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു 600 കിലോമീറ്റർ. എക്സോസ്ഫിയർ പറഞ്ഞ ലെയർ, ദിസ് ഇസ് ദ നെക്സ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. എക്സ്റ്റെൻഡ് അപ് ടു 10,000 കിലോമീറ്റർ അപ് ടു സ്പേസ്. ഫസ്റ്റ് ഇസ് ദ ട്രോപ്പോസ്ഫിയർ വിച്ച് ഇസ് നിയറർ ടു ദർ, then comes the stratosphere, then comes the mesosphere which is the coldest layer of the atmosphere, thermosphere which is the hottest layer due to the heat of the sun, and exosphere it is the outermost layer.
Nowadays, use of CFC is regulated in many countries. Other compounds are being used instead of harmful CFCs. Chlorofluorocarbon പകരം വേറെ compounds ആണ് use ചെയ്യുന്നത്. This contributes to a decrease in the rate of ozone layer depletion. Next one is nitrogen. The major component in atmosphere ഏതാണ്? Nitrogen ആണ് major ആയിട്ട് present ചെയ്യുന്ന compound അല്ലേ? Atmosphere. Have you ever thought of the benefits of increased amount of nitrogen in the atmosphere? N triple bond N. Nitrogen is a triple bond in a nitrogen molecule. But nitrogen നമ്മൾ mainly represent ചെയ്യുന്നത് triple bondലൂടെ. Nitrogen N triple bond N. It is inactive due to its strong bond. Combustion happens in the presence of oxygen in the atmospheric air. അപ്പോൾ കത്തുന്ന in the presence of oxygen സഹായത്താൽ. Nitrogen has a major role in controlling the rate of combustion. കത്തണത് ഒരു rate keep up ചെയ്യണത് ആരാണ്? Nitrogen ആണ്. It is essential for the പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് നൈട്രജൻ. ഈവൻ ദോ നൈട്രജൻ ഈസ് അബണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, പ്ലാന്റ്സ് കനോട്ട് അബ്സോർബ് ഇറ്റ് ഡയറക്ട്ലി. അല്ലെ, അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ കണ്ടമാനം പ്രസന്റ് ആണെങ്കിലും പ്ലാന്റ്സിന് അത് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ബൈ വിച്ച് ദ പ്ലാന്റ്സ്, ദാറ്റ് ഈസ് റൈസോബിയം, ത്രൂ ദ റൂട്ട് നോഡ്യൂൾസ്, ദിസ് നൈട്രജൻ ഇറ്റ് ഈസ് ബീൻ കൺവേർട്ടഡ് ടു അമോണിയ. It is easy for plants to absorb nitrogen when it is mixed with the soil in the form of compounds. അപ്പോൾ മണ്ണുമായിട്ട് കലർന്നാൽ മാത്രമേ എന്താണ് അവർക്ക് പ്ലാന്റ്സിന് നൈട്രജൻ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രിപ്പിൾ ബോണ്ട് ഇൻ നൈട്രജൻ മോളിക്യൂൾ ഈസ് ബ്രോക്കൺ ഡൗൺ വെൻ ദർ ഈസ് തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് ദ നൈട്രജൻ കമ്പൈൻസ് വിത്ത് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ടു ഫോം നൈട്രിക് ഓക്സൈഡ്. അപ്പോൾ ആ ട്രിപ്പിൾ ബോണ്ട് മുറിയും എപ്പോഴാണ്? തണ്ടറും മിന്നലും ഇടിമിന്നലും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നൈട്രജന് സ്പ്ലിറ്റ് ആവും. എന്നിട്ട് അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, nitric oxide is formed like this, combines with more oxygen to form nitrogen dioxide. Balance the equation after completing this. അപ്പോൾ NO plus O2 എന്ന് പറയുമ്പോൾ NO2. Okay, 2NO2. നൈട്രജന് തണ്ടർ ലൈറ്റിംഗിന്റെ സമയത്ത് ബ്രേക്കപ്പ് ആവും. it combines with oxygen to form nitric oxide. This nitric oxide again combined with more oxygen to form a nitrogen dioxide. Okay, nitrogen fixation in plants. Rhizobium bacteria in the root of leguminous plants absorb atmospheric nitrogen and convert into compounds. This helps to increase the nitrogen level in the soil. അപ്പോൾ റൈസോബിയം ബാക്ടീരിയ എവിടെയുള്ളത്? റൂട്ട് നോഡ്യൂസിലുള്ള റൈസോബിയം ബാക്ടീരിയ ആണ് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത്. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്തിട്ട് റൂട്ടിൽ ഫിക്സ് ചെയ്യണതാണ് ആര്? റൈസോബിയം ബാക്ടീരിയ. ഹെൽപ്പ് ടു ഇൻക്രീസ് ദ നൈട്രജൻ ലെവൽ ഇൻ ദ സോയിൽ. അപ്പൊ സോയിലുള്ള നൈട്രജൻ ലെവലിനെ കൂട്ടുന്നത് ആരാണ്? ഈ റൈസോബിയം ബാക്ടീരിയ ആണ്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, നൈട്രിക് ഓക്സൈഡ് ഡിസോൾവ്സ് ഇൻ റെയിൻ വാട്ടർ ആൻഡ് റീച്ചസ് ദ സോയിൽ ആസ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് is HNO3. That is, in the presence of rain water, it reaches the oxygen, nitric oxide, rainwater, and reaches the soil as nitric acid. That is 4NO2 plus 2H2O plus O2 gives 4NO3. 4HNO3, that is nitric acid. Nitric acid ആണ് HNO3. HNO3 is nitric acid. This nitric acid, it reacts with the minerals in the soil and form nitrate salts. അപ്പം സോയിൽസിലുള്ള മിനറൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതെന്ത് ഫോം ചെയ്യും? നൈട്രേറ്റ് സോൾട്ട് ഫോം ചെയ്യും. ആൻഡ് ദ പ്ലാന്റ്സ് അബ്സോർബ് ദം. ഓക്കെ, therefore thunder and lightning are blessing for plants. അപ്പം ഇടിയും മിന്നലും ഒക്കെ എന്താണ്? പ്ലാന്റ്സിന് ബ്ലെസ്സിങ്സ് ആണ്, ഉപകാരമാണ് അല്ലെ. ഗെറ്റ് ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ്, അതിലൂടെ മാത്രമേ അവർക്ക് എന്ത് ലഭിക്കുന്നുള്ളൂ? നൈട്രജൻ പ്ലാന്റ്സിലേക്ക് ലഭിക്കുന്നുള്ളൂ. On the basis of getting greater amount of elements required for the growth of plants is through decaying of plants and animals. പിന്നെ എന്താണ്? പ്ലാന്റ്സും അനിമൽസും ചീയുന്നതിലൂടെയും ചീഞ്ഞു കഴിയുമ്പോഴും അവർക്ക് അതിൽ നിന്ന് നൈട്രജൻ ലഭിക്കും. വാട്ട് ആർ ദ അതർ മീൻസ്? that is use of organic fertilizers. Then nitrogen fixation, biodegradation. Okay, biodegradation and use of organic fertilizers. List out the advantages and limitations of the organic fertilizers. That is, they are eco-friendly, keeps the originality of this. Eco-friendly ആണ് അല്ലെ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് പറയുമ്പോൾ അവർക്ക് ഹാം ആയിട്ടുള്ളതൊന്നും ചെയ്യുന്നില്ല.
use of organic fertilizer and biodegradation, that is that one. Eco-friendly ആണ്, keeps the originality of the soil and do not harm human. Causing അല്ലെങ്കിൽ എന്താ ഇത് cause no harm എന്ന് എഴുതുക അല്ലേ, cause no harm. Okay, then compare it with the use of chemical fertilizers and other use of nitrogen. In production of nitrogenous fertilizers to fill the tire of vehicles, nitrogen എന്തിനാ, nitrogen fertilizer ഉണ്ടാക്കാനും tires of vehicles അല്ലേ, vehiclesന്റെ ടയർ fill ചെയ്യാൻ nitrogen യൂസ് ചെയ്യാറുണ്ട്. is used as a refrigerant because of the cooling property to avoid the presence of oxygen in packed foods അല്ലേ, packed food pack ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും carbon dioxide nitrogen it is being used. Then next one is the chlorine. Haven't you seen bleaching powder being used for water purification? Water purify ചെയ്യാനുള്ള best remedy ആണ് using the bleaching powder. We are all familiar with the smell of bleaching powder. This is the smell of chlorine, which is the major component of that smell. It is actually what? It is that of the chlorine, because the major component in it is chlorine. Discovery of chlorine. In 1774, a scientist called Carl William Scheele discovered chlorine gas. But he did not recognize it as an element at that time. അതിന് ഒരു element ആയിട്ട് consider ചെയ്തില്ല. It was Humphrey Davy who confirmed that chlorine is also an element. Humphrey Davy ആണ് ക്ലോറിൻ ഒരു എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത്. കാൾ ഷീലെ ആണ് എന്ത് ക്ലോറിൻ ഗ്യാസ് ഡിസ്കവേർഡ് ചെയ്തത്. പക്ഷേ ഹംഫ്രി ഡേവി ആണ് എന്ത് ക്ലോറിനെ ഒരു എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. Chlorine was derived from the word chloros, which means greenish yellow. Chloros എന്ന് പറഞ്ഞാൽ greenish yellow. Chlorine it is not in nature in free state. The high reactivity chlorine അല്ല, high reactivity കാരണം അതിനെ ഫ്രീ ആയിട്ട് കാണാറില്ല അല്ലേ. It is not, it is been dependent on others. Chlorine compounds you are familiar with. Hydrogen chloride. Then what? NaCl it is present. NaCl. Then next is KCl. Like preparation of chlorine. Arrangement of apparatus used for preparation of chlorine in the laboratory. It is this. Laboratory chlorine ഉണ്ടാക്കണം നോക്കിയേ. KMnO4 plus concentrated HCl. Water, H2SO4 and chlorine. Upper balanced equation. So now how the balanced equation of this case? 2 KMnO4. KMnO4 യൂസ് ചെയ്തു, പിന്നെ 16 HCl ആണ് അല്ലേ. അപ്പൊ എന്തൊക്കെ ഫോം ചെയ്തു? KClO ആയിട്ട് കണക്ട് ചെയ്തു, പിന്നെ MnO4 MNും ClO ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ എത്ര CL ആയി? ഇവിടെ 2 CLും ഇവിടെ 4 then 10. അപ്പൊ എത്ര? 16. കറക്റ്റ് ആയില്ലേ? ലൈക്വൈസ് എല്ലാം നമ്മൾ അതുപോലെ ചെയ്യണം. KCl, MnCl2, H2O and 5Cl2. Then what are the reactants required for the preparation of chlorine? Reactants എന്തൊക്കെയായിരുന്നു? KMnO4ഉം HClഉം അല്ലേ. KMnO4ഉം വേണം, പിന്നെ എന്താണ് വേണ്ടത്? HClഉം വേണം. ഓക്കെ, HCl. അപ്പൊ KMnO4ഉം HClഉമാണ് വേണ്ടത്. പ്രൊഡക്ട്സ് എന്തൊക്കെയാ കിട്ടിയത്? KCl കിട്ടി, then MnCl, then what? H2O, water and also chlorine obtained. Okay. To remove the traces of hydrogen chloride vapors that comes along with the chlorine. Appo why chlorine gas is passed through water? Chlorine gas എന്തിനാണ് വെള്ളത്തിൽ കൂടി നമ്മൾ പാസ് ചെയ്യണത്? Traces of hydrogen chloride ഉണ്ടാവല്ലോ, അത് വാട്ടറുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. Traces of hydrogen chloride ഉണ്ടാവും, ഹൈഡ്രജൻ ക്ലോറൈഡ് അത് വാട്ടറുടെ ഒപ്പം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. How can we remove the water vapor formed along with the chlorine? വാട്ടർ വേപ്പർ എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ, ക്ലോറിൻ്റെ കൂടെ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി ആഡ് ചെയ്യും. ഓക്കെ, കാരണം ക്ലോറിനും എന്താണ് നമ്മൾ ക്ലോറിൻ ഗ്യാസ് എന്തിനാണ് ആഡ് ചെയ്യണത്?
ഹൈഡ്രോക്ലോറൈഡ് വേപ്പേഴ്സ് അല്ലേ, റിമൂവ് ട്രേസ് ഹൈഡ്രോക്ലോറൈഡ് വേപ്പേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണ് വാട്ടർ വേപ്പർ ഫോംഡ് അലോങ് വിത്ത് ക്ലോറിൻ, ഈ വാട്ടർ വേപ്പർ എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? സൾഫ്യൂരിക് ആസിഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യും. വാട്ടർ വേപ്പർ ഇൻ ദ ക്ലോറിൻ ഗ്യാസ് വെൻ ഇറ്റ് ഈസ് പാസ് ത്രൂ ദ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? അത് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യും. ക്ലോറിൻ ഗ്യാസിലുള്ള വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യും. ക്ലോറിൻ ഗ്യാസ് ഈസ് കളക്റ്റഡ് ഇൻ ദ ഗ്യാസ് ജാർ. ക്ലോറിൻ ഗ്യാസ് എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. കളർ എന്താണ്? ക്ലോറിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനിഷ് യെല്ലോ കളർ. ഓക്കെ, കളർ ഓഫ് ദ it is greenish yellow. Then smell, we have seen that it is pungent smell. Pungent smell. Then what? Density. Density is greater than that of air. Okay, greater than air. Bleaching action of chlorine. Prepare. So we can read this. Is chlorine a savior or a destroyer? Chlorine gas was a major component of the chemical weapon used by Germany in First World War. First World War ഒരു weapon ആയിട്ട് യൂസ് ചെയ്തതാണ് chlorine gas. At that time, too many people were killed and injured severely through the chemical weapons. അപ്പോൾ കുറേ പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ, സിവിയർലി ഇഞ്ചേർഡും ആയിട്ടുണ്ട്. ക്ലോറിൻ ഈസ് വൺ ഓഫ് ദ മേജർ ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, വാട്ടർ പ്യൂരിഫിക്കേഷനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ. വി യൂസ് മെനി ക്ലോറിൻ കമ്പൗണ്ട്സ് ഡെയിലി. കുറേ ക്ലോറിൻ കമ്പൗണ്ട്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ. പ്രിപ്പയർ ഡ്രൈ ക്ലോറിൻ ആൻഡ് കളക്ട് ഇൻ 2 jars. Put a litmus paper, bits of colored cloth and pieces of colored paper in 1 jar in wet condition. Put similar dye objects in another jar. What do you observe? അപ്പോൾ ഡ്രൈ ക്ലോറിൻ പ്രിപ്പയർ ചെയ്തിട്ട് അത് 2 ജാറിൽ കളക്ട് ചെയ്യുക. ലിറ്റ്മസ് പേപ്പർ ഒന്നിലിട്ടിട്ട് കളേർഡ് ക്ലോത്ത് അല്ലെ, അല്ലെങ്കിൽ പീസസ് ഓഫ് കളേർഡ് പേപ്പറിൽ in 1 jar in wet condition. Put similar dry objects in another jar. Isn't clear that chlorine gas has the capacity to decolorize wet objects. അപ്പോൾ ഉണങ്ങിയ ഒബ്ജക്ട്സിനെ ഡീകളറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്ലോറിൻ ഉണ്ട്. ബ്ലീച്ചിങ് ആക്ടിവിറ്റി ക്ലോറിൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. അപ്പോൾ ബ്ലീച്ചിങ് ആക്ഷൻ എപ്പോൾ മാത്രം സംഭവിക്കുള്ളൂ? മോയ്സ്ചറുടെ സഹായത്തിൽ. കാരണം വെറ്റായിരുന്നപ്പോഴാണ് ആ ഒബ്ജക്ട്സ് ഡീകളറൈസ് ചെയ്തത് അല്ലേ, ക്ലോറിൻ ആഡ് ചെയ്തപ്പോൾ വെറ്റ് കണ്ടീഷനിലാണ് അത് ഡീകളറൈസ് ചെയ്തത്. അപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചറിൽ മാത്രമേ എന്താണ് ബ്ലീച്ചിങ് ആക്ടിവിറ്റി നടക്കുന്നുള്ളൂ. കെമിസ്ട്രി ഓഫ് ബ്ലീച്ചിങ്. Equation of the reaction of chlorine with moisture. Chlorine when treated with water it forms HCl. ഇതിൽ ഒരു HCl അല്ലേ, ബാക്കി എന്താ ഉള്ളത്? ഒരു എച്ചും കൂടി ഉണ്ട്, HOCl. The hypochlorous acid HOCl formed as a product it is unstable and hence decomposes. HOCl decompose ചെയ്യും. Okay, HCl plus O, HCl plus O. Okay, hypochlorous that is ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl എന്ന് പറയുന്നത് വീക്ക് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് അത് ഡീകമ്പോസ് ചെയ്യും. Can the change happening to HOCl be considered as a decomposition reaction? Here the nascent oxygen formed due to decomposition oxidizes colored object to make them colorless. This is the basis of bleaching activity of chlorine. ഇതാണ് nascent oxygen formed decomposition colored objectനെ colorless ആക്കുന്നു അല്ലേ. Happening to chlorine can be considered. ഇതിനെയാണ് നമ്മൾ decomposition reaction എന്ന് പറയുന്നത്. Then oxidation reaction. Now it is clear why oxidizing activity does not happen in the absence of moisture. One of the important compounds of chlorine എന്ന് പറയുന്നത് sodium chloride ആണ്, familiar to use in the name common salt. This compound is present in nature in seawater in the form of seawater എങ്ങനെയാ rock salt. 2Na plus Cl2 gives 2NaCl. Okay. Is the reaction of combining sodium with chlorine it forms sodium chloride. Chlorine എന്തിനൊക്കെ യൂസ് ചെയ്യണ? ബ്ലീച്ചിങ്ങിന്, പെസ്റ്റിസൈഡ്, സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ, പ്യൂരിഫൈ വാട്ടർ, ബ്ലീച്ചിങ് പൗഡർ. എന്തിനൊക്കെയാ? ബ്ലീച്ചിങ്ങിന്, പെസ്റ്റിസൈഡ്, സ്റ്റെയിൻ റിമൂവ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഓൾസോ ബ്ലീച്ചിങ് പൗഡർ. It is prepared by passing dry chlorine over the slaked lime. You know that the bleaching powder as a disinfectant was used in cleaning activities. At the time of flood in Kerala, chlorine liberated when bleaching powder reacts with water helps disinfection. അപ്പോൾ ക്ലോറിന് നമ്മൾ പാസ് ചെയ്യണം അല്ലേ, ബ്ലീച്ചിങ് പൗഡർ റിയാക്ട്സ് വിത്ത് വാട്ടർ ആകുമ്പോഴാണ് എന്ത്? ക്ലോറിൻ ഹൈപ്പോക്ലോറൈഡ്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലോറൈഡ് ഗുഡ് സോഴ്സ് ഓഫ് ക്ലോറിൻ.
Take a little sodium chloride tube in a test tube, add a few drops of silver nitrate. Sodium chloride silver nitrate ആകുമ്പോൾ എന്താ ഫോം ചെയ്യുക? Silver nitrate and NaNO3. What is the characteristic of precipitate formed here? NaCl plus AgNO3 gives NaNO3 plus AgCl. NaNO3 ഉം AgCl ഉം ഫോം ചെയ്യും അല്ലേ? Add some sodium hydroxide to the curdy white precipitate of silver chloride. അപ്പോൾ ആഡ് അമോണിയ ഹൈഡ്രോക്സൈഡ്. അമോണിയ ഹൈഡ്രോക്സൈഡ് എന്താണ്? curdy white precipitate of sodium chlorideലേക്ക് ആഡ് ചെയ്യുക. Okay, ammonia hydroxide. So NH4OH, it is being added to what? It is added to AgCl. Okay, when silver nitrate solution is added to the given salt solution, white curdy precipitate soluble in ammonia hydroxide solution is formed. The presence of chloride salt can be confirmed. അതായത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നമ്മൾ എന്താണ് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സിൽവർ ക്ലോറൈഡും NaNO3 ലഭിച്ചു. ഓക്കെ, analyze the chemical equation. What is an ion combined with sodium ion in the first reactant NaCl? To which metal ion is ion combined in the product? സോഡിയത്തിനോട് കമ്പൈൻ ചെയ്യുക. നൈട്രേറ്റ് അയോൺ വാസ് വിത്ത് സിൽവർ അയൺ. നൈട്രേറ്റ് ഏതിന്റെ കൂടെ? സിൽവറിന്റെ കൂടെയാണ് ഫോം ചെയ്തത് അല്ലെ? കമ്പൈൻ നൗ ഇസ് എ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ആയിട്ട് ഏതിലാണ് കമ്പൈൻ ചെയ്തത്? നൈട്രേറ്റ് സോഡിയത്തിന്റെ കൂടെയാണ് കമ്പൈൻ ചെയ്തത്. Thus is both the reactants interchange. Double decomposition is a reaction in which two compounds when react with each other interchange the ions to form the new compounds. അപ്പോൾ ഡബിൾ ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് അവർ തമ്മിലുള്ള പ്രൊഡക്ട്സ് ഇന്റർചേഞ്ച് ചെയ്തു അല്ലെ? റിയാക്ടൻസ് തമ്മിൽ ഇന്റർചേഞ്ച് ആയ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡബിൾ ഡികമ്പോസിഷൻ പ്രൊഡക്ട്സ് എന്ന് പറയുക. Can you find more examples of such a reaction in which the compounds interchange their constituents in the molecules? H2SO4 ഉം BaCl2 ആവുമ്പോൾ HCl ഉം BaSO4 ആവും. ഓക്കെ, ഇതും ഡബിൾ ഡികമ്പോസിഷൻ ആണ്. അതുപോലെ arrange the chemical reaction given below in the table under the heads combination reaction, then decomposition, displacement and double decomposition. ഓക്കെ, അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ ഏതാ? KCl അല്ലെ? KCl എന്താ ഫോം ചെയ്തത്? K പ്ലസും Cl മൈനസും. അപ്പൊ ഇവിടെ ആദ്യത്തെ എന്നുള്ളത് നമ്മൾ എന്ത് എഴുതാം? ഡീകമ്പോസിഷൻ ആണ് ആദ്യം നടന്നത് അല്ലെ? അപ്പൊ A ഇവിടെ. ഓക്കെ, KCl സ്പ്ലിറ്റ് ചെയ്തിട്ട് K പ്ലസ് Cl മൈനസ് ആയി, Cl2 ആയി. CaCO3 CaO പ്ലസ് CO2 അതും എന്തെന്നെയാണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ A ആയി, പിന്നെന്താണ്? B ഫോം ചെയ്തു. ബിയും ഡീകമ്പോസിഷൻ റിയാക്ഷൻ തന്നെയാണ്. 2Hi എന്താ ഫോം ചെയ്തത്? H പ്ലസ് I2, H പ്ലസ് I2, അതായത് 2Hi എന്നുള്ളത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇതെന്താണ്? കോമ്പിനേഷൻ റിയാക്ഷൻ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി അടുത്തത് KCl AgNO3. അപ്പൊ രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലെ? അപ്പൊ KCl AgNO3 ആവുമ്പോൾ എന്താണ്? AgCl ഉം KNO3 ഉം ഫോം ചെയ്യും. അപ്പൊ എന്താ? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാ. ഡി എന്ന് പറയുന്നത് ഡബിൾ ഡീകമ്പോസിഷൻ. ഇനി ഈ എന്താണ്? Mg പ്ലസ് 2HCl, MgCl2. അപ്പൊ Hനെ റീപ്ലേസ് ചെയ്തിട്ട് Mg ക്ലോറിന്റെ കൂടെ ജോയിൻ ചെയ്തു, MgCl2 പ്ലസ് H2. അപ്പൊ എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി അടുത്തത് 2H2 പ്ലസ് O2 gives 2H2O. അതെന്താ? കോമ്പിനേഷൻ ആണ്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? വാട്ടർ ഫോം ചെയ്തു. അതായത് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി Mg പ്ലസ് H2SO4, MgSO4 കണക്ട് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്യുക ആരിനെ? ഹൈഡ്രജനെ. അപ്പൊ എന്താ റിയാക്ഷൻ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ അല്ല, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? Mg പ്ലസ് H2SO4 ആണ് നമ്മൾ പറഞ്ഞു. MgSO4 ഡിസ്പ്ലേസ് ചെയ്തു, ഹൈഡ്രജനെ വേറിട്ട് മാറ്റി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ G എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. Na2SO4 ഉം BaCl2. ഇത് കണ്ടപാടെ എന്താണ്? രണ്ട് കമ്പൗണ്ട്സ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് ഏതാ? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, രണ്ട് കമ്പൗണ്ട്സ് പ്രസന്റ് ചെയ്ത് കണ്ടാൽ തന്നെ നമ്മൾ അത് ഡബിൾ ഡീകമ്പോസിഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ലെറ്റ്സ് അസസ് സം കെമിക്കൽസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ കെമിക്കൽസ് നീഡഡ് ടു പ്രിപ്പയർ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഓക്സിജൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഏതാ? ഓക്സിജൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം നൈട്രേറ്റ്,
സിങ്ക്, പൊട്ടാഷ്യം പെർമാനേറ്റ്, അമോണിയം ക്ലോറൈഡും വാട്ടറും. അപ്പോൾ ആവശ്യമുള്ളത് KMNO4 ആണ് ആവശ്യം അല്ലേ? പിന്നെ ഹൈഡ്രജൻ എന്തൊക്കെ വേണം? ഓക്കെ, ഹൈഡ്രജൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ സിങ്കും HCl-ഉം. അപ്പോൾ സിങ്ക് ആൻഡ് HCl. Find out which gases are the following statement related. The gas which is combustible and is formed through the electrolysis of water. Gas എന്താണ്? Combustible ആണ്. Formed through the electrolysis of water എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? DROGN. Then next one എന്താ? The gas that is used for purification. Purificationന് വേണ്ടി യൂസ് ചെയ്തത് എന്താണ്? ക്ലോറിൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലോറിൻ ഗ്യാസ് ആണ് പ്യൂരിഫിക്കേഷന്. The element that is inevitable for the growth of plants. Growth of plantsന് ആവശ്യമുള്ളത് ഏതാണ്? നൈട്രജൻ ആണ് growth of plantsന് ആവശ്യമായിട്ടുള്ളത്. The gas formed by the thermal decomposition of KMNO4. KMNO4 thermal decompose ചെയ്യുമ്പോൾ ഫോം ചെയ്ത ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ആണ് ഫോം ചെയ്യുക. ഓക്കെ, some non-metals and the uses are given in wrong order. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഹൈഡ്രജൻ തന്നിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജൻ എന്തായിട്ടാണ് യൂസ് ചെയ്യണത്? ഹൈഡ്രജൻ നമ്മൾ മെയിൻലി യൂസ് ആയിട്ട് ഫ്യൂവൽ ആയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്സിജനോ? ഓക്സിജൻ ഇറ്റ് ഈസ് ഫോർ ബയോഡിഗ്രഡേഷൻ. ക്ലോറിൻ ഡിസിൻഫെക്റ്റന്റ്. നൈട്രജനോ? കൂളിംഗ് ഏജന്റ്. ഓക്കെ, what are the chemical used to prepare chlorine in the laboratory? ക്ലോറിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാ? KMNO4 യൂസ് ചെയ്യും അല്ലേ? KMNO4 ഇറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ഓൾസോ കോൺസെൻട്രേറ്റഡ് HCl. KMNO4 കോൺസെൻട്രേറ്റഡ് HCl. Why is chlorine gas passed through sulfuric acid at the time of preparation? Because it absorbs the vapors. അല്ലേ? സൾഫ്യൂരിക് ആസിഡിന് എന്തിനുള്ള കഴിവുണ്ട്? It absorbs the vapors passing from the എവിടെ നിന്ന് വരുന്ന വേപ്പേഴ്സ് ആണ്? ക്ലോറിൻ ഗ്യാസ് വേപ്പർ. ഓക്കെ, ഫ്രം ക്ലോറിൻ ഗ്യാസ്. Then what else? Cl2. Okay. How is bleaching powder prepared? The same is the reaction. Bleaching powder passing through the dry chlorine over dry slaked lime. It is passed through what? Dry chlorine over dry slaked lime. Dry chlorine over dry slaked lime. Then which is a gas coming out from bleaching powder in the presence of water? That is the chlorine gas. It is coming out. Okay, chlorine gas ആണ് പുറത്തു വരുന്നത്. We should avoid chemical fertilizer completely and promote organic fertilizer. What is your opinion to this argument? Because what is it? It is they are eco-friendly അല്ലേ? Organic fertilizers എന്ന് പറയുമ്പോൾ എന്തുതന്നെയാണ്? Organic fertilizers, they are eco-friendly. ഇനി അടുത്തത് എന്താ? MgO2 2MgO, H2 plus I2 2HI. ഇത് കുറച്ച് റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? അത് ഏതിലൊക്കെ പെടും എന്നുള്ളത് അറിയണം. Mg plus O2 2MgO പറയുന്നത് ഏതിലാ? കമ്പഷൻ റിയാക്ഷനിലാണ്. So A. Then next H2 plus I2 2HI. That also combustion reaction. Then next H2O. H2O എന്ന് പറയുന്നത് 2H2 plus O2. അപ്പൊ എന്താ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ C എന്ന് പറയുന്നത് 2H2O. വെള്ളത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ആയി. അപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലേ? അപ്പൊ C ആണ് ഇവിടെ. ഇനി നെക്സ്റ്റ് NaCl AgNO3. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. AgNO3 എന്നല്ലേ? അപ്പൊ NaNO3യും AgClഉം സിങ്ക് സൾഫേറ്റും ബേരിയം ക്ലോറൈഡ് ആവുമ്പോൾ
ബേരിയം സൾഫേറ്റും സിങ്ക് ക്ലോറൈഡും. അപ്പൊ എന്താണ് ഡബിൾ ഡീകമ്പോസിഷൻ, ഡിയും ഇയും ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. സിങ്ക് പ്ലസ് H2SO4. അപ്പൊ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്, സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും. അപ്പൊ എന്താ എഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ FeSO4ഉം സിങ്കും, അയണിനെ റീപ്ലേസ് ചെയ്തു, ZnSO4 എന്നായി, പ്ലസ് അയൺ ആയി, അതും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് CaCO3 അതിനെ സ്പ്ലിറ്റ് ചെയ്തു, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇറ്റ് ഈസ് ദ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. So that's all about this chapter. We had discussed everything in this chapter. Please go through the chapter once or twice. Okay. So if you understood, please do like, share and subscribe my channel. Okay. Thank you.